രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വിധത്തിലുള്ള ഒരു വൻ അഴിച്ചുപണിക്കാണോ വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? തിരുവനന്തപുരം എം പി ശശി തരൂരിന്റെ ദുബായ് യാത്രയെ ചുറ്റിപ്പറ്റിയുയരുന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ വിരൽ ചൂണ്ടുന്നത് അത്തരമൊരു വൻ മാറ്റത്തിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ AKG സെന്ററിൽ തയ്യാറാക്കിയ ഓപ്പറേഷൻ തരൂർ എന്ന ബൃഹത് പദ്ധതി അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അടക്കം പറച്ചിലുകൾ. കോൺഗ്രസിനുള്ളിലെ തരൂർ എന്ന ഒറ്റയാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശശി തരൂർ ഒരു പുറത്തായ ആളെന്ന നിലയിലാണ് പരിഗണിക്കപ്പെടുന്നത്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്ന ഔദ്യോഗിക പക്ഷം തരൂരിന്റെ ജനപ്രീതിയെ ഭയത്തോടെയാണ് കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ജനങ്ങൾക്കിടയിൽ തരൂരിന് സ്വീകാര്യതയുണ്ടെങ്കിലും പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അദ്ദേഹത്തിന് എപ്പോഴും വിഘാതമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശന വേളകളിൽ പോലും തരൂർ നേരിട്ട അവഗണനകൾ മാധ്യമങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വിദേശകാര്യ വിദഗ്ധൻ, പ്രഭാഷകൻ, മികച്ച എഴുത്തുകാരൻ എന്നീ നിലകളിൽ ലോകം ബഹുമാനിക്കുന്ന ഒരാൾ സ്വന്തം പാർട്ടിയിൽ വല്ലാതെ ഒതുക്കപ്പെടുന്നുവെന്ന വികാരം തരൂർ അനുകൂലികൾക്കിടയിൽ ശക്തമാണ്. ഈ ഒരു സാഹചര്യം കൃത്യമായി മുതലെടുക്കുക എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലക്ഷ്യം. CPM സംസ്ഥാന നേതൃത്വത്തിലെ ഒരു മുതിർന്ന നേതാവ് തരൂരുമായി നേരിട്ട് ബന്ധപ്പെട്ടതായാണ് സൂചനകൾ. വെറുമൊരു ക്ഷണമല്ല, മറിച്ച് തരൂരിന് വിസമ്മതിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ വാഗ്ദാനങ്ങളാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. CPM-ൽ നേരിട്ട് ചേരുന്നതിന് തരൂരിനുള്ള പരിമിതികൾ കണക്കിലെടുത്ത് സമാന ചിന്താഗതിയുള്ളവരെ ചേർത്ത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്.